ബഹുമാനരായ സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് കഴിവിൻ്റെ ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ തഖ്വാദി ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളുടെ വലിയൊരു ജനക്കൂട്ടത്തെ തന്നെ അഭിസംബോധന ചെയ്യുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, ഇന്ന സമാന ഖദ് ഇസ്തദാറ യൗമ ഖലഖല്ലാഹു അസ്സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ അള്ളാഹു സംവിധാനിച്ച നാൾ മുതൽക്ക് കാലചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പകലുകളായി രാവ് പകലിനെയും പകൽ രാവിനെയും എന്ന പോലെ പിന്തുടർന്നുകൊണ്ട് ദിവസങ്ങളായി കാലചക്രങ്ങൾ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ആ കാലചക്രത്തെ അള്ളാഹു സംവിധാനിച്ചത് ഇസ്ന അശ്ര ഷഹ്റൻ 12 മാസങ്ങളായിട്ടാണ് ആകാശഭൂമികളെ സംവിധാനിച്ച നാൾ മുതൽക്ക് തന്നെ അള്ളാഹു ക്രമീകരിച്ചിട്ടുള്ളത്. ആ 12 മാസങ്ങളിൽ മിൻഹ അർബഅത്തുൻ ഹുറും, ആദ്യ നിമിഷം മുതൽക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസങ്ങളെ പവിത്രമാക്കി മാറ്റി. സവിശേഷവും പവിത്രവുമായ 4 മാസങ്ങൾ ആ 12 മാസങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 4 മാസങ്ങൾ സലാസുൻ മുതവാലിയ, തുടരെ വരുന്ന 3 മാസങ്ങളാണ്. അത് ദുൽഖഅദ്, ദുൽഹിജ്ജ വ മുഹറം. 3 മാസങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം പറഞ്ഞു. തുടരെ വരുന്ന 3 മാസങ്ങൾ, ഒന്ന് ദുൽഖഅദ് മാസമാണ്, ദുൽഹജ്ജ് മാസമാണ്, ശേഷം ഇസ്ലാമിക കലണ്ടറിലെ ആദ്യ മാസമായി കണക്കാക്കപ്പെടുന്ന മുഹറം മാസവുമാണ്. 4ാമത്തെ മാസം റജബ്, മുദർ ഗോത്രക്കാർ വളരെയേറെ ആദരവോടെ കാണുന്ന റജബിലൂടെ ആ പട്ടിക പൂർത്തിയാകുന്നു. ഈ 4 മാസങ്ങളും അള്ളാഹു ആദ്യ നിമിഷം മുതൽക്ക് തന്നെ പ്രത്യേകം സവിശേഷവും പവിത്രവുമാക്കിയ മാസമാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, അയ്യു ഷഹ്റിൻ ഹാദിഹി, ഇതേതാണ് മാസമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അള്ളാഹുവിനും റസൂലിനുമാണ് ഏറെ നന്നായിട്ട് കാര്യങ്ങൾ അറിയുക എന്ന് അവർ മറുപടി പറഞ്ഞു. അതവരുടെ സ്വതവേയുള്ള ശൈലിയാണ്. കാരണം അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, അറിയുമോ നിങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോൾ ആ അറിവിനെ അള്ളാഹുവിലേക്കും റസൂലിലേക്കും ചേർത്തിട്ട് വലിയൊരു ഉത്തരം പ്രതീക്ഷിക്കുകയാണ് അവർ. അവർക്കറിയാത്ത കാര്യമായത് കൊണ്ടല്ല, ആ സദസ്സിലുള്ള ഒരാൾക്കും ആ മാസം ഏതെന്നറിയാത്തത് കൊണ്ടല്ല അവർ അങ്ങനെ മറുപടി പറഞ്ഞത്. മറിച്ച് ആ മാസം ഏതെന്ന ചോദ്യത്തിലൂടെ എന്തോ മഹത്തായ ഒരു ഉത്തരം നമ്മളെ പഠിപ്പിക്കാൻ റസൂൽ ഉദ്ദേശിക്കുന്നുണ്ടാകും. അതുകൊണ്ട് ആ അറിവിലേക്കുള്ള ജിജ്ഞാസയാണ് അവർ ഉയർത്തിവെച്ചത്. അള്ളാഹു റസൂലുമാണ് വളരെ വ്യക്തമായി കാര്യങ്ങൾ അറിയുന്നത് എന്ന്. പക്ഷെ റസൂൽ ഇവർ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. റസൂലിൻ്റെ പെട്ടെന്ന് മറുപടി വന്നത്, പ്രവാചകന്റെ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് മറുപടി ഉണ്ടായില്ല. ഹത്താ ലനന്നഹു സയുസമ്മിഹി ബിഗൈരി ഇസ്മിഹി എന്ന് പ്രവാചകൻ ദീർഘമായ ആലോചനയിലേക്ക് പോയി. ഈ പതിവ് രീതിയിൽ നിന്ന് വിപരീതമായി പ്രവാചകൻ ശരിക്കും ഈ മാസം ഏതെന്ന് പിടികിട്ടാത്തത് കൊണ്ട് ചോദിച്ചതാണെന്നും പ്രവാചകർ ഇനി പറയുന്ന മാസം തെറ്റായൊരു മാസത്തിൻ്റെ പേര് പറയുമെന്ന് നമുക്ക് തോന്നിപ്പോയി. അത്രയും ഒരു ഇടവേള ഉണ്ടായി അന്ന് ശബ്ദതയ്ക്ക്. പക്ഷെ പിന്നെ റസൂല് പറഞ്ഞു, ഇത് ദുൽഹജ്ജ് മാസമല്ലേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ റസൂല് ദുൽഹജ്ജ് മാസമാണ് എന്നവർ മറുപടി പറഞ്ഞു. ആ ഉത്തരം ശരി തന്നെയാണ്, ദുൽഹജ്ജ് മാസം തന്നെയായിരുന്നു, അതുകൊണ്ട് തർക്കമുണ്ടായില്ല. റസൂൽ ദുൽഹജ്ജ് മാസമാണെന്ന് മറുപടി പറഞ്ഞു. പിന്നെയും റസൂൽ ചോദിക്കുകയാണ്, അയ്യു ഷഹ്റിൻ അയ്യു ബലദിൻ ഹാദാ, ഇതേതാണ് സ്ഥലമെന്ന് നിങ്ങൾക്ക് ഊഹമുണ്ടോ എന്ന്, ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും സഹാബത്ത് ഇവിടെ എന്തോ പറയാനുണ്ടായിരിക്കണം, അതുകൊണ്ട് അതും അള്ളാഹുവിലേക്കും റസൂലിലേക്കും ചേർത്ത് പറഞ്ഞു. അപ്പോഴും പ്രവാചകന്റെ മൗനം ദീർഘമായി പോയി. ഏറെ ആലോചനകൾക്ക് ശേഷം റസൂൽ പറഞ്ഞു, അലൈസൽ ബൽദ, ഇത് ബൽദ എന്ന മക്കയോട് ചേർന്നുള്ള പവിത്രമായ പ്രദേശത്തിൽപ്പെട്ട ബൽദ എന്ന ഭാഗമല്ലേ ഇത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് പറഞ്ഞു, അതെ നബി, ബൽദയാണിത് എന്ന്. റസൂൽ അടുത്ത് ചോദിച്ചു, അയ്യോ മിൻ ഹാദ, എന്നാൽ ഈ ദിവസം ഏതെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേതാ ദിവസം? അപ്പോൾ സഹാബത്ത് അള്ളാഹുലേക്കും റസൂലിലേക്കും ചേർത്തു പറഞ്ഞു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം അതിന് മറുപടി പറഞ്ഞു. ഏറെ ആലോചനയ്ക്ക് ശേഷം
ഇത് യൗമുൻ നഹർ അല്ലേ, അലൈസ യൗമുൻ നഹർ, ഇത് ബലിപെരുന്നാൾ ദിനമല്ലേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഹാബത്തിനോട് ചോദിക്കുമ്പോൾ ശഹാബത്ത് പറഞ്ഞു, അതെ നബി, ഇത് യൗമുൻ നഹറാണ്, ദുൽഹജ്ജ് 10 ആണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറഞ്ഞു. എത്രയും പറഞ്ഞു വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ജനങ്ങളോട് വളരെ കണ്ണിങ്ങായി, വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞു വെച്ചൊരു പോയിന്റ് ഉണ്ട്. ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാലക്കും അലൈക്കും ഹറാം കഹുർമതി യൗമിക്കും ഹാദാ വഫി ബലദിക്കും ഹാദാ വഫി ശഹരിക്കും ഹാദാ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂല് പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്, ഇത്രയും പറഞ്ഞു വന്നതെല്ലാം ഒന്നിലേക്ക് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി നൽകാൻ വേണ്ടിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉണർന്നവരാണ്, ബോധ്യപ്പെട്ടവരാണെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം, ഈ 3 കാര്യങ്ങളുണ്ടല്ലോ, ഈ 3 കാര്യങ്ങളും ഇതുപോലെ നിങ്ങൾ ഈ പറഞ്ഞ ദിവസം, ഈ മാസം, ഈ സമയം എന്നതുപോലെ ദുൽഹജ്ജ് മാസം എന്ന് പറഞ്ഞ ആ മാസത്തിന് പവിത്രതയുള്ളതുപോലെ, അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ ബൽദ എന്ന ഈ കഅബാലയത്തിന്റെ പ്രദേശത്തിനുള്ള പവിത്രതയുള്ളതുപോലെ, യൗമുൻ നഹറിന് ബലിപെരുന്നാൾ ദിനത്തിന് പവിത്രതയുള്ളതുപോലെ, വിശ്വാസികളുടെ ജീവനും സ്വത്തും അഭിമാനവും ഏറ്റവും പവിത്രമാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ റസൂല് ഇത് പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. കാരണം അവർക്ക് നന്നായി ബോധ്യമുള്ള ഒരു കാര്യത്തെ ആദ്യം മുമ്പിലേക്ക് വെച്ചു. അവർക്ക് നന്നായി അറിയാവുന്ന ഒരു കാര്യം, പുരാതന കാലം മുതൽക്ക് തന്നെ അറബികൾ ആദരിച്ച മാസങ്ങൾ തന്നെയാണ്. റസൂലിന്റെ ആഗമനത്തിന് മുമ്പ് തന്നെ പൊതുവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 4 മാസങ്ങൾ ബഹുമാനിക്കപ്പെട്ടിരുന്നു. അതിലേറെ ബഹുമാനിക്കപ്പെട്ടൊരു മാസമാണ് റജബ് മാസം. അത് മുനർ ഗോത്രക്കാർ പ്രത്യേകമായി പരിഗണിച്ചിരുന്നു. അപ്പൊ ഈ 4 മാസവും പുരാതന കാലം മുതൽ തന്നെ ആദരിക്കപ്പെട്ടിരുന്നത് കൊണ്ട് തന്നെ ആ ആദരവ് ഉൾക്കൊണ്ടവരും അതനുസരിച്ച് ജീവിച്ചവരുമാണ് അവർ. അവർക്കതറിയാം, ആ ദിവസത്തിന്റെ മഹത്വം അവർക്കറിയാം, അത് ഉൾക്കൊണ്ടവരാണ്. ആ മാസത്തിന്റെ മഹത്വം അവർക്കറിയാം, അത് ഉൾക്കൊണ്ടവരാണ്. അതെല്ലാം ഉൾക്കൊണ്ടവർക്ക് ഉൾക്കൊള്ളാതെ പോയ ചില സംഗതികളുണ്ടല്ലോ. രക്തത്തിന്റെ വില അവർക്കറിയില്ലായിരുന്നു, ജീവന്റെ വില അവർക്കറിയില്ലായിരുന്നു, അവരുടെ സമ്പാദ്യത്തിന് പവിത്രത കൽപ്പിച്ചിട്ടില്ലായിരുന്നു, അന്യന്റെ അഭിമാനത്തിന് വില കൽപ്പിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെന്റെ അഭിമാനം ക്ഷതപ്പെടുത്തുന്നത് അവർ ഹരമാക്കിയിരുന്നു. അന്യന്റെ സ്വത്തിൽ തനിക്ക് അവകാശമുണ്ട് എന്ന് പലിശയായും കൊള്ളയായും ചതിച്ചും വെട്ടിച്ചും എടുക്കാമെന്ന് അവർ കണക്കാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഏത് വിഷയത്തിന്, നിസാര കാര്യത്തിന് വേണ്ടി പോലും പക തീർക്കാൻ വേണ്ടി കൊലപാതകം ചെയ്യാമെന്നും കൊലയ്ക്ക് ന്യായം പറയാമെന്നും കണക്കാക്കിയിരുന്നു അവർ. ആ സമൂഹത്തോടാണ് പറഞ്ഞു കൊടുത്തത്, നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ബോധ്യമുണ്ട് എങ്കിൽ, ഈ ദിവസത്തിന് പോരിശയുണ്ടെങ്കിൽ, ഈ മാസത്തിന് പോരിശയുണ്ടെങ്കിൽ, ഈ സ്ഥലത്തിന് പവിത്രതയുണ്ടെങ്കിൽ, വിശ്വാസികളെ മനസ്സിലാക്ക്, ജീവന് വിലയുണ്ട്, അഭിമാനത്തിന് വിലയുണ്ട്, സമ്പത്തിന് വിലയുണ്ട് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പക്ഷെ ഇത് നമ്മളുടെ മുമ്പിൽ എന്ന് പറയുമ്പോൾ റിവേഴ്സ് ആയിട്ട് പറയണം. നമുക്ക് ഈ 3 കാര്യം അറിയാം. നമുക്ക് ജീവന്റെ വില അറിയാം, നമ്മുടെ സ്വത്തിന്റെ മഹിമയും മഹത്വവും നമുക്കറിയാം. അവരുടെ സമ്പാദ്യം പവിത്രമാണ്. അന്യായമായി ഒരു അറാക്ക് കമ്പ് പോയിട്ട് ഒരു മുട്ടുസൂചി പോലും അവരുടെ സ്വന്തമാക്കൽ നിഷിദ്ധമാണെന്ന ബോധ്യം നമുക്കുണ്ട്. അഭിമാനം ക്ഷതപ്പെടുത്തൽ അത് ക്രൂരമായ തിന്മയാണ് നമുക്കറിയാം. അതുകൊണ്ട് മറ്റൊരാളെ അപമാനിക്കുന്ന, നിന്ദിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് പോകാൻ നമ്മൾ താല്പര്യപ്പെടാറില്ല. പക്ഷേ ഈ 3 അറിയുന്ന നമുക്ക് അറിയാതെ പോയ സംഗതി എന്നറിയുമോ, ഈ മാസത്തിന്റെ മഹത്വം നമ്മൾ അറിയാതെ പോയി. നമ്മൾ റിവേഴ്സിലെ കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മൾ എത്രത്തോളം ഗൗരവമുള്ള ഒരു വിഷയമാണ് റസൂൽ അവിടെ പഠിപ്പിച്ച് ആലോചിക്കണം. നമ്മൾ തിരിച്ചാലോചിച്ചാലേ മനസ്സിലാവുള്ളൂ. മനുഷ്യന്റെ ജീവന്റെ വിലയോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട് ദുൽഖഅദ് മാസത്തിന്റെ പവിത്രത. ദുൽഖഅദ് മാസത്തിൽ നമ്മൾ നിൽക്കുന്നു. 2-3 ദിവസം കഴിഞ്ഞാൽ ദുൽഹജ്ജിലേക്ക് നമ്മൾ കടക്കുന്നു. ആരറിഞ്ഞു വന്നത് ഈ ദിവസങ്ങൾ വന്നു എന്ന് മനുഷ്യന്റെ ജീവന്റെ വിലയോട് ചേർത്ത് പറഞ്ഞ ദുൽഖഅദ് മാസം, പവിത്രമായ മാസത്തിൽ നമ്മൾ കടന്നുപോയിട്ട് ആരാണ് അറിഞ്ഞത്, ആരാണ് പരിഗണിച്ചതെന്ന ചോദ്യം. മനുഷ്യന്റെ അഭിമാനത്തോട് ചേർത്ത് പറഞ്ഞ കാര്യമാണ് പവിത്രമായ മാസം. നമ്മൾ അധ്വാനിച്ച് സമ്പാദിക്കുന്ന നമ്മുടെ സമ്പാദ്യങ്ങൾ, ആ സമ്പാദ്യത്തിന് വേണ്ടി, എന്റെ സമ്പാദ്യം സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾ ഒരാൾ വരികയാണെങ്കിൽ, നിങ്ങളെ ചെറുക്കാൻ ഞാൻ ശ്രമിക്കുകയും നിങ്ങൾ എന്നെ കൊന്നിട്ട് ആ സമ്പാദ്യം സ്വന്തമാക്കി പോയാൽ എന്റെ മരണത്തിന് രക്തസാക്ഷ്യത്തിന്റെ പരിവേഷമുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സമ്പാദ്യം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ കൊല്ലപ്പെട്ടാൽ ആ മരണം രക്തസാക്ഷിത്വമാണെന്ന്. അത്രയേറെ പവിത്രമാണ് എന്റെ സമ്പാദ്യം. നിങ്ങളുടെ മുമ്പിൽ, നിങ്ങൾ ഓരോരുത്തരെയും സമ്പാദ്യം എന്റെ മുന്നിൽ കൈവയ്ക്കാൻ പാടില്ല എന്ന്. അങ്ങനെ നമ്മുടെ അധ്വാനഫലമായ സമ്പാദ്യത്തോട്, നമ്മുടെ അഭിമാന ബോധത്തോട്, നമ്മുടെ ജീവനോട് ചേർത്ത് പറഞ്ഞ പവിത്രമായ മാസങ്ങൾ, നിമിഷങ്ങൾ നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. ദുൽഹജ്ജ് മാസങ്ങൾ, മുഹറം മാസം, ഈ 3 മാസവും നമുക്ക് അല്ലാഹു നൽകിയ അതിപവിത്രമായ മാസങ്ങളും നിമിഷങ്ങളുമാണ് എന്ന് ആലോചിക്കാൻ, അതിനെ സ്വീകരിക്കാൻ, ആ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള ആലോചന പോലും വിശ്വാസികൾ പുലർത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. അല്ലെ, നെഞ്ച് കൈവച്ച് പറയണം. ഒരു പ്രസംഗത്തിന്റെ ചോദ്യ, ഒരു ചടുലതയ്ക്ക് വേണ്ടി, ഒരു ആവേശത്തിന് വേണ്ടി പറയുന്ന കാര്യമല്ല. ഞാൻ നിങ്ങൾ മുടങ്ങുന്ന മനുഷ്യരുടെ നെഞ്ചിന്റെ തുടിപ്പ് പറയാണ്. നമ്മുടെ അവസ്ഥ അതല്ലേ? റമദാൻ വന്നപ്പോഴൊക്കെ, റമദാൻ വരുമ്പോൾ നമുക്കിടയിൽ ആകെ മൊത്തത്തിൽ ഒരു ഒഴുക്കമുണ്ട്, ഒരു ആലോചനയും ചിന്തയുമുണ്ട്.
അതിനുവേണ്ടി ചില മാറ്റങ്ങൾക്ക് നമ്മൾ തയ്യാറാകുന്നുണ്ട്. പക്ഷേ അള്ളാഹു പവിത്രമാക്കിയ മാസം എന്ത് ചെയ്യും? അള്ളാഹു പറഞ്ഞ ഏറ്റവും പവിത്രമാക്കിയ ഈ 3 മാസങ്ങൾ അള്ളാഹ് പവിത്രമാക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹ് ആദരിച്ചു. നമുക്ക് വളരെ സവിശേഷമായി നമ്മുടെ മുമ്പിലേക്ക് വെച്ചിട്ടുള്ള അംഗീകരിക്കപ്പെട്ട സംഗതിയാണ്. ആദ്യകാലം മുതൽക്ക് അതിന് ആദം എന്ന മനുഷ്യന്റെ പോലും സാന്നിധ്യം ആവശ്യമായിരുന്നില്ല. ആകാശഭൂമികൾ അള്ളാഹു സംവിധാനിച്ചു. ചക്രവാളം ചലിക്കാൻ തുടങ്ങിയപ്പോൾ രാവും പകലുമായി ദിവസങ്ങൾ തുടങ്ങിയ അന്ന് മുതൽക്കേ ഈ 4 മാസവും പവിത്രം തന്നെയാണ്. ആ പവിത്രമായ മാസം നമ്മളിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ അറിഞ്ഞുമില്ല, പരിഗണിച്ചിട്ടുമില്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ തഖ്വ എന്നറിയുമോ? അള്ളാഹ് ആദരിച്ചിനെ ആദരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. പടച്ചവും ബഹുമാനിച്ചതിനെ അംഗീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അള്ളാഹ് ആദരവോടുകൂടി നമ്മുടെ മുമ്പിൽ വെച്ച മാസങ്ങളാണ് ദുൽഖഅദ് മാസം, ദുൽഹജ്ജ് മാസം, മുഹറവും അതോടൊപ്പം റജബ് മാസം. ഇതിന്റെ പകലുകൾക്ക് വിലയുണ്ട് മനുഷ്യരെ. അസാധാരണമായ വിലയാണ് അള്ളാഹു കൽപ്പിച്ച് നൽകിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ പരിഗണിക്കുന്നില്ല. നമ്മൾ തീരെ പരിഗണിക്കാതെ പോയി. ദുൽഖഅദ് മാസം കടന്നുപോയി. ദുൽഖഅദ് മാസം കഴിഞ്ഞ് ദുൽഹജ്ജ് മാസത്തിലേക്ക്, ദുൽഹജ്ജ് മാസമോ അതിന്റെ ആദ്യത്തെ 10 ദിവസമോ അതിന്റെ പവിത്രയെങ്കിലും നമ്മൾ ആലോചിച്ചിട്ട് പോലുമില്ല. എത്ര വണ്ണമായ പ്രതിഫലമാണുള്ളത്. റമദാൻ മാസത്തെ സ്വീകരിക്കാൻ മനസ്സ് കാണിച്ചവരോട് റമദാൻ മാസത്തിലേക്ക് ചേർത്ത് പോലും ചർച്ചകൾ നടക്കുന്നു ദുൽഹജ്ജ് മാസത്തെക്കുറിച്ച്. ദുൽഹജ്ജ് മാസമാണോ ഏറ്റവും ശ്രേഷ്ഠമായ മാസം, അത് റമദാൻ മാസമാണോ എന്ന് പണ്ഡിത ലോകത്ത് പോലും അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്ന വിധത്തിൽ രണ്ടിന്റെയും മഹത്വം ബലാബലം നിൽക്കുന്നുണ്ട്. എങ്കിൽ റമദാന് പരിഗണിച്ച് നമ്മൾ ദുൽഹജ്ജിനെ പരിഗണിക്കാതിരിക്കുന്നത് നന്ദികേട് തന്നെയല്ലേ പടച്ചവന്റെ വിഷയത്തിൽ? എന്നല്ല, ഒരു പടി മുകളിലാണ് സംസാരിക്കപ്പെടുന്നത്. ദുൽഹജ്ജ് മാസം മൊത്തത്തിലല്ല, ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. വിശുദ്ധ ഖുർആൻ നോക്കൂ, സൂറത്തുൽ ഫജ്ർ നമുക്കറിയാവുന്ന അധ്യായം. വൽ ഫജ്ർ വലയാലിൻ നശ്ർ വശഫ്ഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസ്മുൻ ലിദി ഹിജ്ർ. ബുദ്ധിയുള്ളവരോട് ചോദിക്കാണ്. അള്ളാഹു കുറേ സത്യങ്ങൾ ഇട്ടിട്ട് അല്ല പറയാണ്, ബുദ്ധിയുള്ളവരെ ആലോചിക്ക്. ഈ പറയപ്പെട്ട സത്യങ്ങൾ ഇട്ട് പറഞ്ഞ ഓരോന്നിനും സത്യം ഇടാൻ മാത്രം പ്രസക്തിയില്ലേ എന്ന് ഖുർആന്റെ ചോദ്യം അവിടെ അവസാനിക്കുന്നത്. പിന്നെ വിഷയം പറയുന്നത് ഹൽഫി ദാലിക ഖസ്മുൻ ലിദി ഹിജ്ർ. ചിന്തിക്കുന്ന മനുഷ്യരെ, ഈ സത്യമിട്ട ഓരോന്നിലും സത്യത്തിന് പ്രസക്തിയില്ലേ എന്ന് നിങ്ങൾ ആലോചിക്കാൻ. പടച്ചവന്റെ സത്യങ്ങളെല്ലാം ഓരോന്നും പ്രകൃതി പ്രതിഭാസങ്ങളെയാണ് അള്ളാഹു മുമ്പിൽ വെക്കുക. രാത്രി, പകൽ, സൂര്യൻ, ചന്ദ്രൻ, അങ്ങനെ ഓരോന്നിനെയും അക്ഷരങ്ങളെ പോലും മുമ്പിൽ വെച്ച് നൂൻ വൽ ഖലം, അക്ഷരങ്ങളെ പോലും മുമ്പിൽ വെച്ചിട്ട്, കണക്കുകൾ പോലും മുമ്പിൽ വെച്ചിട്ട് അള്ളാഹു സത്യമിട്ടിട്ട് കാര്യങ്ങൾ പറയും. എന്തിനെന്നറിയുമോ? ആ സത്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി, ഗഹനമായി ആലോചിക്കാൻ വേണ്ടി. അങ്ങനെ അള്ളാഹു ആലോചിക്കാൻ വേണ്ടി ഫജ്ർ എന്ന അധ്യായം തുടങ്ങിയപ്പോൾ പുലരിയെ കൊണ്ട് സത്യമിട്ടു. നേരം വെളുക്കുന്ന നേരമുണ്ടല്ലോ, പുലർച്ചയെ കൊണ്ട് സത്യമിട്ടു. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ആലോചിക്കും മനുഷ്യരെ, ഓരോ പ്രഭാതവും പടച്ചവന്റെ ദൃഷ്ടാന്തമാണ്. ആലോചിക്കാൻ പറയാണ് അല്ലാഹു. വൽ ഫജ്ർ വലയാലിൻ നശ്ർ, 10 രാത്രിയെ കൊണ്ടും സത്യമെന്ന്. എത്രയോ സ്ഥലത്ത് രാത്രിയെ കൊണ്ട് സത്യമുണ്ട് ഖുർആനിൽ. എത്രയോ ഭാഗത്ത് രാത്രിയെ കൊണ്ട് അല്ലാഹു സത്യമിടുന്നുണ്ട്. അത് പൊതുവിൽ രാത്രിയുടെ സ്വഭാവത്തെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. രാവും പകലും മാറി വരുന്നതിൽ അത്ഭുതമുണ്ട് മനുഷ്യരെ. രാവും പകലുമായി ഭൂമിയെ സംവിധാനിച്ചവൻ അല്ലാഹുവിന്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണത്. ആരാ ക്രമീകരിക്കുന്നത്? ആർക്കാണ് ഈ രാവിനെയും പകലിനെയും പിടിച്ചു വെക്കാൻ കഴിയുന്നത്? എന്നും പകലാകട്ടെ എന്ന് തീരുമാനിക്കാൻ ആരെക്കൊണ്ടാ കഴിയുക? ആരെക്കൊണ്ടും കഴിയില്ല. ബുഹിത്തല്ലദീ കഫർ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. നമ്രൂദിന്റെ കോട്ടകൊത്തലങ്ങൾക്ക് മുമ്പിൽ തൗഹീദിന്റെ തേരോട്ടം തുടങ്ങിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആദ്യത്തെ ചുവടുവെപ്പ്. നമ്രൂദിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ എന്റെ ദൈവം എന്നുള്ളത് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണെന്നുള്ള അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ജീവൻ കൊടുക്കാനും ജീവൻ എടുക്കാനും കഴിയുന്നവനാണ് നിന്റെ ദൈവമെങ്കിൽ ഇതാ ഞാൻ കാണിക്കാമെന്ന് 2 പേരെ അടുത്തോട്ട് വിളിച്ചിട്ട് ഒരുത്തനെ കഴുത്ത് കളച്ചതും ചെയ്തു, കഴുത്ത് വെട്ടിയെടുത്തു, പെടഞ്ഞവൻ മരിച്ചു. രണ്ടാമനോട് പോകാൻ പറഞ്ഞു, ഞാനും ചെയ്തില്ലേ എന്ന്. ഒരാൾക്ക് ജീവിപ്പിച്ചു, ഒരുത്തനെ കൊന്നു. ജീവൻ എടുക്കാനും കൊടുക്കാനും എനിക്കും അറിയാമെന്ന് പറഞ്ഞപ്പോൾ അവന്റെ വിഡ്ഢിത്തരത്തിന്റെ ആഴം മനസ്സിലാക്കിയിട്ട് ഒന്നുകൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചേർത്ത് പറഞ്ഞു, എന്നാൽ ഞാൻ പറയട്ടെ, എന്റെ പടച്ചവൻ കിഴക്ക് സൂര്യനെ ഉദിപ്പിക്കുകയും പടിഞ്ഞാറ് അസ്തമിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു ഉദയവും അസ്തമയവും സംവിധാനിച്ചവനാണ്, രാവും പകലും സംവിധാനിച്ചവനാണ്. നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ തിരിച്ചു വെക്കാൻ. മറുപടി ഉണ്ടായിരുന്നില്ലല്ലോ. അത് അള്ളാഹുവിന് വലിയ സംവിധാനമാണിത്. അങ്ങനെ രാവിനെ കൊണ്ടൊക്കെ സത്യമിട്ട് പോയിട്ടുണ്ട്. അതൊക്കെ ചിന്തിക്കാൻ ഒരുപാടുണ്ടതില്. പക്ഷെ ഇവിടെ അതല്ല പറയുന്നത്, 10 രാത്രികളെ കുറിച്ചാണ്. 10 രാത്രികൾ, പ്രത്യേകമായൊരു 10 രാത്രിയെ കുറിച്ച് അള്ളാഹുവിന് സംസാരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, താല്പര്യമുണ്ട്. നമ്മളെ മുമ്പിൽ കൊണ്ടുവരാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. ആ 10 രാത്രികൾ നിങ്ങൾ പരിഗണിക്കാൻ വേണ്ടി. നിസ്കാരത്തിന് റക്അത്തുകളുടെ എണ്ണം പോലും ഖുർആനിൽ സംസാരിച്ചിട്ടില്ല. ഏതൊക്കെ ഭക്തി നമസ്കാരങ്ങൾ, എത്ര റക്അത്ത് പോയി നമസ്കരിക്കണമെന്ന് ഖുർആൻ സംസാരിച്ചിട്ടില്ല. പക്ഷെ 10 രാത്രികൾ നമ്മുടെ മുമ്പിലേക്ക് വെച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ 10 രാത്രികൾ ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 രാത്രികളാണെന്നാണ് വ്യക്തമായ വിശദീകരണം പ്രവാചകന്റെ ഹദീസ് അടക്കം.
അള്ളാഹു റസൂൽ പോലും അത് വിശദീകരിക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹജ്ജിന്റെ ആദ്യത്തെ 10 രാത്രികൾ എന്നാണ്. ഈ രാത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാത്രി മാത്രമല്ല, ആ രാത്രിയും പകലും ഉൾക്കൊള്ളുന്ന ദിവസത്തെയാണ്. ചിലപ്പോഴൊക്കെ പകൽ എന്ന് പറഞ്ഞ് യൗം എന്ന് പറഞ്ഞിട്ടും ചിലപ്പോഴൊക്കെ ലൈൽ എന്ന് പറഞ്ഞിട്ടും ഒരു ദിവസത്തിലേക്ക് വിരൽ ചൂണ്ടാറുണ്ട്. 10 ദിവസങ്ങളെയാണ്, രാവും പകലും അടങ്ങുന്ന 10 ദിവസങ്ങളെ കൊണ്ട് അള്ളാഹു സത്യമിട്ട് പറയാണ് വശഫ്ഇ വൽ വത്ർ. പിന്നെ ഒറ്റയും ഇരട്ടയും കൊണ്ടും സത്യമെന്ന്. ഒറ്റയും ഇരട്ടയും എന്നുള്ളത് ഗണിതത്തിന്റെ ഉറവിടമാണ്, അടിത്തറയാണ്. ഗണിതമില്ലെങ്കിൽ ലോകം തന്നെ ഇല്ല, കണക്കില്ലെങ്കിൽ ലോകമില്ല. അതുകൊണ്ട് അതിന്റെ എല്ലാത്തിനും അവസാന വാക്ക് എന്ന് പറഞ്ഞാൽ, അവസാന ബേസ് എന്ന് പറഞ്ഞാൽ ചെന്ന് നിൽക്കുന്നത് ഒറ്റയും ഇരട്ടയും എന്ന സംഖ്യയാണ്. ഈ 2 സംഖ്യകളെ കുറിച്ച് മാത്രമല്ല, ഒറ്റയും ഇരട്ടയും എന്ന സംഖ്യാപദത്തെ കുറിച്ച് മാത്രമല്ല അല്ലാഹു ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഷഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജ് 10 എന്ന ഇരട്ട സംഖ്യയുള്ള 10-ാം ദിവസമായ യൗമുൻ നഹറാണെന്നും വൽ വത്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ദുൽഹജ്ജ് 9-ന്റെ യൗം അറഫയാണെന്നും പുണ്യ നബിയുടെ ഹദീസ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ദുൽഹജ്ജ് 9-ന്റെ യൗം അറഫയും ദുൽഹജ്ജ് 10-ന്റെ യൗമുൻ നഹറും ഉൾക്കൊള്ളുന്ന ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളെ കുറിച്ചാണ് അള്ളാഹു സത്യമിട്ടത് എന്ന് വ്യക്തം. അപ്പൊ അള്ളാഹു സത്യമിട്ട് ഈ 10 ദിവസത്തെ നമ്മൾ മുമ്പ് വെക്കുകയാണ്. എത്ര പരിഗണിക്കപ്പെട്ടു! ഇത് അസാധാരണമായ 10 ദിവസങ്ങളാണ്. ആലോചിക്കുക, റമളാൻ മാസത്തിനോട് താരതമ്യം ചെയ്യുമ്പോൾ റമളാന്റെ അവസാന 10-നേക്കാളും ഒരു പടി മുമ്പിൽ ഇതിന് പോരിശയുണ്ട് എന്ന അവകാശവാദം ഉന്നയിക്കാൻ പണ്ഡിത ലോകത്ത് ചിലരെങ്കിലും ചിന്തിപ്പിക്കുന്നുണ്ട് എങ്കിൽ അതിന് കാരണം ഇതാണ്. ഇത് ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസമാണ്, സാധാരണ ഒരു 10 ദിവസമല്ല. ഓൾറെഡി ഇത് പവിത്രമാണ്. ദുൽഖഅദ മാസവും ദുൽഹജ്ജ് മാസവും പരിപൂർണമായ അല്ലാഹു പവിത്രമാക്കിയിരിക്കുന്നു. ആ പവിത്രമായതിൽ അതിപവിത്രമായ അല്ലാഹു എടുത്തു സ്ഥാപിച്ച 10 ദിവസങ്ങളാണിത്. അത് മാത്രമല്ല, ഈ 10-ലാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമായ യൗമുൻ നഹർ നിൽക്കുന്നത്. പ്രവാചകനോട് ചോദിക്കപ്പെട്ടല്ലോ, നബിയെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഏതാണെന്ന്, അഫ്ളൽ അയ്യാം, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഏതാണ് ഒരു വർഷത്തിലെ എന്ന്. ആഴ്ചയിൽ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു വർഷത്തിലെയാണ് നിങ്ങൾ ചോദിക്കുന്നത് എങ്കിൽ അത് യൗമുൻ നഹർ സുമ്മ യൗമുൽ ഖർ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് യൗമുൻ നഹറാണെന്ന് പുണ്യ നബി. ബലി പെരുന്നാളിൻ ദിവസമാണ് ഒരു വർഷത്തിന്റെ കണക്ക് നോക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. പിന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ദിവസവും, അതിനോട് ചേർന്ന് നിൽക്കുന്ന യൗമുൽ ഖർ എന്നതിന് യൗമു അറഫയാണെന്നും അല്ല അയ്യാമു തശ്രീഖ് ദിവസങ്ങളാണെന്നും അല്ലാതെ എല്ലാം കൂടി ചേർന്ന് യൗമു അറഫയും യൗമുൻ നഹറും അയ്യാമു തശ്രീഖിൻ ദിവസങ്ങളും ചേർന്നുള്ള ആകെ മൊത്തം 5 ദിവസങ്ങളാണെന്നും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ വിശദീകരണങ്ങൾ. പക്ഷേ നോക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ 2 ദിവസങ്ങൾ, ഒന്ന് യൗമുൻ നഹറും യൗമു അറഫയും, ഇത് ഉൾക്കൊള്ളുന്ന ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ അള്ളാഹു ആണയിട്ട് നമ്മുടെ മുമ്പിൽ വെച്ച് ഈ പവിത്രമായ ദിവസങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അതിന് ഏത് രീതിയിലാണ് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നത്, അതിന് ഏത് രീതിയിൽ നമ്മൾ പരിഗണിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ ആലോചിക്കാറുമില്ല, അത് വരണതും പോണതും അറിയാറുമില്ല. നമ്മൾ ആകെ കൂടി ചെയ്യുന്നത് പെരുന്നാളിൻ്റെ ഒരു ആഘോഷ പരിപാടിയും ഒരു ഈദ് നമസ്കാരവും പിന്നെ ബലിമൃഗത്തിൻ്റെ മാംസം നമ്മൾ അറക്കുകയോ അല്ലെങ്കിൽ നടത്തുന്നതിൽ പങ്കാളികളായി അത് ഭക്ഷിക്കുകയോ ചെയ്തുകൊണ്ട് ആഘോഷത്തിൻ്റെ തിമിർപ്പിലേക്ക് കടന്നു പോവുകയും ചെയ്തിട്ട് ഈ അധ്യായത്തിന് നമ്മൾ ക്ലോസ് ചെയ്ത് മടങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അതിനപ്പുറത്ത് എന്താ ഉള്ളത്? ഒന്നുമില്ല. അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും ചെയ്യാറില്ല. എന്നാൽ അത്രയോ മനോഹരമായി ഖുർആൻ സംസാരിക്കുന്നു പവിത്രമായ ഈ ദുൽഹജ്ജ് 10-നെ കുറിച്ചല്ല, പവിത്രമായ മാസത്തിലെ ഓരോ നിമിഷങ്ങളെ കുറിച്ചും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഇദ്ദത്തു ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖ അസ്സമാവാതി വൽ അർള് മിൻഹാ അർബഅത്തുൻ ഹുറും ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. അല്ലാഹു 12 മാസമായി ആകാശഭൂമികളെ പടച്ച അന്ന് മുതൽക്ക് തന്നെ വർഷത്തെ സംവിധാനിച്ചിരിക്കുന്നു. ആ വർഷത്തിൽ 4 മാസങ്ങളെ പവിത്രവുമാക്കിയിരിക്കുന്നു. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. ആ പവിത്ര മാസങ്ങളിലെ ഒരു നിമിഷത്തിൽ പോലും നിങ്ങളോട് സ്വന്തത്തോട് കടന്നാക്രമണം നടത്തരുത് എന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങളോട് അക്രമം കാണിക്കാൻ പാടില്ല എന്ന്. അഥവാ മനുഷ്യന് നിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്ന, നിങ്ങൾക്ക് പരാജയമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടാനേ പാടില്ല. തെറ്റ് മനുഷ്യ സഹജമായി സംഭവിച്ചു പോകുന്ന സംഗതിയാണ് തെറ്റുകൾ. ആ തെറ്റുകൾക്കാണ് അല്ലാഹു തൗബ തുറന്നു വെച്ചിരിക്കുന്നത്. പശ്ചാത്തപിക്കാം, തിരുത്താം മനുഷ്യന്. പക്ഷേ നിങ്ങൾ സ്ഥലവും സന്ദർഭവും കൂടി ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യരാണ്, സ്വാഭാവികമാണ്. പക്ഷെ ഒരു തെറ്റിൽ ഏർപ്പെടുമ്പോൾ ഞാനിപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് നമ്മളെ ഭാഗത്ത് തെറ്റുകൾ സംഭവിക്കാറുണ്ട്. തെറ്റ് ചെയ്യാത്ത മനുഷ്യരാരും ഇവിടെ ഇരിപ്പില്ല. ഞാനടക്കം ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യാത്തവല്ല. തെറ്റ് പറയുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന പലപ്പോഴും നമ്മൾ വൈകല്യം മനുഷ്യന്റെ ചാബല്യമാണത്. പക്ഷെ ആ തെറ്റ് ചെയ്യാൻ നമ്മൾ ഈ പള്ളി തിരഞ്ഞെടുക്കില്ല. ഈ പള്ളിക്കകത്തിരുന്ന് നമ്മൾ സാധാരണഗതിയിൽ നമ്മളുടെ നാവിൽ വരുന്നതോ അതിൽ മറ്റേതെങ്കിലും കണ്ണുകൊണ്ട് കാണുന്നതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു തിന്മ ചെയ്യാൻ ഈ പള്ളിക്കകത്ത് നമ്മുടെ മനസ്സിന് വധിക്കില്ല. എന്തുകൊണ്ട്? ഇതിന്റെ പരിശുദ്ധി നമുക്ക് ബോധ്യമുണ്ട്. ഈ പള്ളിക്കകത്ത് തിന്മ നമ്മൾ ചെയ്യില്ല. ഈ ഹറമിൽ പോയി നമുക്ക് തിന്മ ചെയ്യില്ല. അങ്ങനെ ഈ തിന്മ മനുഷ്യൻ സാധാരണഗതിയിൽ അവൻ പറ്റിപ്പോകുന്ന പിഴവ്, മദ്യപിക്കുന്ന ഒരു മനുഷ്യൻ ആ മദ്യവും കൊണ്ട് പള്ളിക്കകത്ത് ഇരുന്ന് മദ്യപിച്ചാൽ അതിന്റെ ഗൗരവ സ്വഭാവം മാറില്ലേ? പള്ളിക്കകത്ത് വന്നിരുന്ന് മദ്യപിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ
എത്ര വലിയ കൊടും കുറ്റമായി അതിനെ പരിഗണിക്കപ്പെടേണ്ടി വരും. അത് വലിയ ക്രിമിനൽ മൈൻഡുള്ളവർക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുപോലെയാണിത്. നിങ്ങൾ മദ്യപിക്കുന്നവനായിരിക്കാം, അത് തെറ്റാണ്. പക്ഷെ അത് പള്ളിയിലാകുമ്പോൾ അത് അതിനേക്കാൾ ഗൗരവമായി മാറുന്നു. എന്നതുപോലെ മനുഷ്യരെ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളായിരിക്കുമ്പോൾ തന്നെ സ്ഥലം നിങ്ങൾ പരിഗണിക്കേണ്ടതില്ലേ? സമയം നിങ്ങൾ ആലോചിക്കേണ്ടതില്ലേ? ഇതേതാ മാസം? ദുൽഖഅദ് മാസമാണ്. ഇതേതാ മാസം? ദുൽഹജ്ജ് മാസമാണ്. ഇതേതാ സ്ഥലം? കഅബയാണ്. ഇതേതാ സ്ഥലം? പള്ളിയാണ്. ഇതൊക്കെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും സന്ദർഭങ്ങളും സമയങ്ങളും വരുമ്പോൾ അവിടെ അല്പം കൂടി സൂക്ഷ്മത പുലർത്താൻ തഖ്വയുള്ള മുഅ്മിന് കഴിയേണ്ടതുണ്ട്. അതാ ഖുർആൻ പഠിപ്പിക്കുന്നത്, അതാ ഹദീസ് പഠിപ്പിക്കുന്നത്. ഈ മാസം തദ്ലിമു ഫീഹി അൻഫുസകും എന്ന് പാടില്ല മനുഷ്യരെ, പാടില്ല. ഈ ദിവസങ്ങളുടെ പരിശുദ്ധി രണ്ട് രീതിയിൽ അള്ളാഹു നാം ഒരു പരിശുദ്ധി പരിഗണിച്ചു എന്ന് പറഞ്ഞാൽ ആ പരിഗണനയുടെ സ്വഭാവം എങ്ങനെ നിൽക്കുന്നതിനോ രണ്ട് രീതിയിലാണ്. ഒന്ന്, നിങ്ങളോട് വലിയൊരു ഓഫറാണിത്. ഇതൊരു വിശേഷ ദിവസമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വിശേഷമാക്കപ്പെടുന്ന നിമിഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിശേഷമായ സവിശേഷമായ അനുഗ്രഹങ്ങൾ അള്ളാഹു ഒരു മാരി വർഷം പോലെ വാരി ചൊരിയാൻ തയ്യാറായി നിൽക്കുകയാണ്. വിശ്വാസികൾക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അതിന്റെ മൂർധന്യതയിലേക്കാണ് യൗമു അറഫയിൽ അള്ളാഹു വയ്ക്കുന്നത്. ഒന്നാം ആകാശത്തേക്ക് പടച്ചവൻ ഇറങ്ങി വരിക. അറഫയുടെ പകൽ സമയത്തെ, അറഫയുടെ പകലിൽ ഒന്നാം ആകാശത്തേക്ക് പടച്ചവൻ ഇറങ്ങി വന്നിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർക്കെല്ലാം പാവമോചനം വാഗ്ദാനം ചെയ്യുന്ന നിമിഷമുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പടച്ചവൻ ഇങ്ങനെ ചൊരിയാൻ നിൽക്കുകയാണ് അനുഗ്രഹങ്ങള്. കണ്ട ഭാവമില്ലല്ലോ മനുഷ്യര്, നമ്മളത് കണ്ട ഭാവമില്ല. നമുക്കത് വേണ്ട, നമുക്കത് താല്പര്യമില്ല. അതങ്ങ് നമ്മൾ വില വെക്കുന്ന സംഗതിയില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, പടച്ചവൻ്റെ മഗ്ഫിറത്ത്, പടച്ചവൻ്റെ കാരുണ്യം, പടച്ചവൻ്റെ സ്നേഹത്തിൽ ഇടം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗീയമായ വിജയങ്ങൾ, അവിടുത്തെ ഉന്നതമായ ദറജകൾ, ഇതങ്ങ് നമ്മളെ മോഹിപ്പിക്കുന്ന പോലുമില്ല, നമ്മൾ ആഗ്രഹിപ്പിക്കുന്നില്ല. നമ്മളൊരു കടയിൽ പോയി പർച്ചേസ് ചെയ്തിട്ട് അവസാനം അവർ പറയും ഒരു കൂപ്പൺ ഉണ്ട് പൂരിപ്പിച്ചിടാൻ. ഒരു കടയിലൊരു കൂപ്പൺ സംവിധാനം, ചില അത് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. ഒരു ലക്കി കൂപ്പൺ, ഭാഗ്യ പരീക്ഷയ്ക്ക് ഒരു കൂപ്പൺ എഴുതിയിടാൻ വേണ്ടി പറയുമ്പോഴത്തേക്കും ഓൾറെഡി ആ കടയിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ തന്നെ 100 ഇത് എഴുതിയിട്ടുണ്ടാവും. അത് നമുക്കറിയുകയും ചെയ്യാം. എന്നാലും ഒരു ഭാഗ്യ പരീക്ഷണം, മിക്സിയാണ് കിട്ടുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടറാണ്, അല്ലെങ്കിൽ മൊബൈൽ ഫോണാണ് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും? ഒരു 2 അക്ഷരം വായിക്കും. മോൻ്റെ പേരെഴുതും, ഉമ്മാരെ പേരെഴുതും. അവക്കാണ് ഭാഗ്യം കൂടുതൽ. സഹോദരി പേരെഴുതും, എല്ലാവരും പേരെഴുതിയിടും. ഒരു ആയിരക്കണക്കിന് പേരിട്ട ഞറുക്കിനിടയിൽ ഒരേ ഒരു സമ്മാനം കിട്ടാൻ ചെറിയ ചാൻസ് ഉള്ളത് കൊണ്ട് 5 പേരുടെ പേരിൽ 5 കുപ്പമായി എഴുതിയിട്ടിട്ട് പ്രതീക്ഷയോടുകൂടി അതിന്റെ വാലും കൊണ്ട് വിട്ടുപോയിരിക്കുന്ന നമുക്ക് അള്ളാഹു വെക്കുന്ന ഓഫറിന് ഒരു മതിപ്പുമില്ലാതെ പോയെങ്കിൽ എന്ത് തഖ്വയാണ് നമ്മൾ അവകാശപ്പെടുന്നത്, എന്ത് ഈമാനാണ് നമ്മൾ നെഞ്ചിക്കൊണ്ട് നടക്കുന്നതെന്ന് നമ്മൾ പരിശോധിക്കുക. അല്ല, നമ്മളല്ലേ പരിശോധിക്കാനുള്ളത്? എന്ത് ഈമാനാണ് എനിക്കുള്ളത്? പടച്ചവനൊരു വില എൻ്റെ മനസ്സിൽ, എനിക്ക് ആത്മാർത്ഥമായിട്ടൊരു പടച്ചവനോട് ഭയം തോന്നുന്നില്ല, പരലോകത്തിൻ്റെ വിഷയത്തിൽ ആഗ്രഹം തോന്നുന്നില്ല, നന്മ ചെയ്യണമെന്നൊരു ത്വര നമുക്ക് വരുന്നില്ല. അവസരങ്ങൾ, വാതിലുകൾ ഇങ്ങനെ തുറന്നിട്ട് പടച്ചവൻ കാത്തിരിക്കുകയാണ്. പടച്ചവൻ മനുഷ്യരിലേക്ക്, ഓരോ പടപ്പുകളിലേക്കും അള്ളാഹു അവസരങ്ങൾ തുറന്നു വെച്ചിട്ട് പടച്ചവൻ തൗബയുടെ കവാടം തുറന്നിട്ട് കാത്തിരിക്കുന്നു. ഓരോ മനുഷ്യന്റെയും തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തുന്നത് വരെയും അവൻ തൗബയുടെ കവാടം തുറക്കുമെന്ന് വെച്ചിട്ടുണ്ട്. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്ന ദിവസം വരെയും അള്ളാഹു കവാടം തുറന്നു വെച്ചിരിക്കുന്നു. പക്ഷെ പടപ്പുകളോ, മനുഷ്യൻ ആ കവാടങ്ങളുടെ മുമ്പിലേക്ക് തിരിഞ്ഞു പോലും നോക്കാൻ തയ്യാറല്ലാതെ രാവും പകലുമൊക്കെ അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അവർക്ക് വേണ്ടി അവസരങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നു. 4 മാസങ്ങളും പവിത്രമാണ് വിശ്വാസികളെ. ഈ പവിത്രമായ മാസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന ദിക്റുകൾ, നിങ്ങൾ ചെയ്യുന്ന തസ്ബീഹുകൾ, നിങ്ങൾ ചൊല്ലുന്ന തഹ്ലീലുകൾ, അന്നപാതി പ്രതിഫലങ്ങൾ ഞാൻ നൽകാമെന്ന് എത്രത്തോളം റസൂൽ പറഞ്ഞൊരു വാചകമുണ്ട്. ദുൽഹജ്ജ് 10 ആദ്യത്തെ 10 ദിവസങ്ങളുടെ പോരിശ് മനസ്സിലാക്കാൻ വേണ്ടി റസൂൽ പറഞ്ഞൊരു വാചകമുണ്ട്. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ പ്രവൃത്തി എന്നറിയുമോ? അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരം, പടച്ചവന്റെ ഏറ്റവും ശ്രേഷ്ഠമായത്, വാസ്കാഹ എന്ന മലീക്കും നിങ്ങളുടെ ഉടമസ്ഥന്റെ മുമ്പിൽ ഏറ്റവും പരിശുദ്ധമായ കർമ്മം ഏതെന്നറിയുമോ? ദുൽഹജ്ജ് മാസത്തിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസം നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ടതും ഏറ്റവും പരിശുദ്ധവും എന്ന് റസൂൽ പറഞ്ഞു വെക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിന്റെ വണ്ണം ഒന്നുകൂടി അളന്ന് മനസ്സിലാക്കാൻ വേണ്ടി വളരെ യുക്തിഭദ്രമായ ഒരു ചോദ്യം സഹാബിയിൽ ചോദിക്കുന്നുണ്ട്. വൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു വിശ്വാസം നടത്തുന്ന സായുധ സമരത്തെക്കാൾ കൂലി ഉണ്ടാകുമോ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ഒരു യോദ്ധാവിന് കിട്ടുന്ന കൂലിയേക്കാൾ വലിയ കൂലിയാണോ ദുൽഹജ്ജ് 10 ദിവസങ്ങളിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ചെറിയ നന്മകൾക്ക് പോലും കിട്ടുന്നത് എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചോദ്യത്തിന് പൊരുൾ മനസ്സിലായി. അവർക്ക് വ്യക്തവും സ്പഷ്ടവുമായി റസൂലിന് മറുപടി കൊടുക്കാൻ ബാധ്യതപ്പെട്ടു. റസൂൽ വ്യക്തമായി മറുപടി കൊടുത്തു, അതെ, വലൽ ജിഹാദു ഫീ സബീലില്ലാ, അതെ, ജിഹാദിനേക്കാൾ കൂലി ഉണ്ടാകുമെന്ന്. ഇല്ലാ മൻ ഖറജ ബിനഫ്സിഹി വമാലിഹി വലം യർജി മിൻഹു
ഒരു മനുഷ്യൻ പുറപ്പെട്ടു, അവന്റെ സമ്പാദ്യവും അവന്റെ കുതിര, അവന്റെ പടയങ്കി, അവന്റെ പണം മുടവാക്കിയ ആയുധങ്ങൾ, അവന്റെ സമ്പാദ്യങ്ങളും കൊണ്ട് അവൻ യുദ്ധഭൂമിയിലേക്ക് പുറപ്പെട്ടു. ആ യുദ്ധഭൂമിയിൽ നിന്ന് അവനോ അവന്റെ സമ്പാദ്യവുമോ മടങ്ങി വന്നില്ല. പരിപൂർണമായി അള്ളാഹുവിന്റെ മുമ്പിൽ ആ മനുഷ്യൻ രക്തസാക്ഷിയായി ആ സ്വത്തും ആ ജീവിതവും അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ട് പരിപൂർണമായി അള്ളാഹുവിന്റെ മുമ്പിൽ കീഴടങ്ങിയ ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ മാറ്റി നിർത്തിയാൽ, ജീവൻ പണയപ്പെടുത്തി മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി അള്ളാഹുവിന്റെ രണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആയിരക്കണക്കിന് വരുന്ന മനുഷ്യരുടെ വിശ്വാസം സംരക്ഷിക്കാൻ, നൂറുകണക്കിന് മനുഷ്യരുടെ സ്വത്ത് ജീവിതവും സ്വൈര ജീവിതവും സംരക്ഷിച്ചു പിടിക്കാൻ വേണ്ടി, അല്ലാതെ കുറെ ആൾക്കാരെ കൊന്നുതള്ളാൻ വേണ്ടിയുള്ള പോരാട്ടമല്ല. ആരെങ്കിലും കൊന്നു തള്ളിയിട്ട് ഇവിടെ വിജയിക്കാൻ വേണ്ടിയല്ല, അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുമില്ല. സ്വന്തം വിശ്വാസവും ഒരു സമൂഹത്തിന്റെ വിശ്വാസവും സംരക്ഷിക്കാൻ വേണ്ടി, തന്റെയും തന്റെ നാടിന്റെയും രാജ്യത്തിന്റെയും സ്വൈര ജീവിതം സംരക്ഷിച്ചു പിടിക്കാൻ വേണ്ടി സ്വയം ജീവൻ സമർപ്പിക്കാൻ തയ്യാറായി രംഗത്ത് വന്നൊരു മനുഷ്യൻ, പക്ഷെ യുദ്ധഭൂമിയിൽ വിജയിച്ചു. ആ മനുഷ്യൻ കൊല്ലപ്പെട്ടില്ല, അയാൾ ജീവനോടെ മടങ്ങി വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ ആ മനുഷ്യനേക്കാൾ കൂലി ഉണ്ടാകും ദുൽഹജ്ജ് 10 ദിവസത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന പുണ്യത്തിന് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിർത്തുമ്പോൾ ഇതിനപ്പുറത്തിന് വാക്കില്ല പറയാൻ. ഇതിനപ്പുറത്ത് എന്താ പറയുക? ഇതിന് മീതെ എന്താ പറയാൻ കഴിയുക? എന്ന റസൂൽ പിന്നെ പറയാണ്, അതുകൊണ്ട് നിങ്ങൾ കഴിവിന്റെ പരമാവധി തക്ബീറുകൾ വർദ്ധിപ്പിക്കുക, തഹ്ലീലുകൾ വർദ്ധിപ്പിക്കുക, തസ്ബീഹുകൾ വർദ്ധിപ്പിക്കുക, ധാരാളമായി നന്മ ചെയ്യുന്ന ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങൾ. ഈ ദുൽഹജ്ജ് മാസത്ത് മാത്രമല്ല, ദുൽഖഅദ്, ഈ നിമിഷങ്ങൾ, ഇതൊക്കെ നമ്മൾ കൂടുതലായി നന്മ ചെയ്യാൻ തിരഞ്ഞെടുക്കേണ്ട ദിവസങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ജാഗ്രത പുലർത്തേണ്ട ദിവസങ്ങളുമാണ്. ഈ ദിവസങ്ങളിൽ നന്മയ്ക്ക് കൂലി കൂടുതലുള്ളതുപോലെ തന്നെ ഇതിനെ കളങ്കപ്പെടുത്തിക്കൊണ്ട്, ഇത്രയും പവിത്രമായ ഒരു സ്ഥലവും സമയത്തെയും കളങ്കപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ തിന്മയിൽ ഏർപ്പെട്ടാൽ അതിന് ഗൗരവ സ്വഭാവം കൂടും, ആ തിന്മയ്ക്ക് പണിഷ്മെന്റ് കൂടും. അത് ഗൗരവത്തോടെ മനസ്സിലാക്കിയ വിശ്വാസികൾ, അത് ഖുർആൻ എടുത്തു പറഞ്ഞത് പ്രത്യേകം എടുത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് യുദ്ധം പോലും ഈ റമദാൻ മാസം പവിത്രമായ മാസമാണ്. പക്ഷേ റമദാനിൽ യുദ്ധങ്ങൾ നടന്നിരിക്കുന്നു, ബദറടക്കമുള്ള യുദ്ധങ്ങൾ നടക്കുന്നു. പക്ഷെ യുദ്ധം പോലും നടത്താൻ പാടില്ല. ഈ ദുൽഹജ്ജ് മാസത്തിൽ, ദുൽഖഅദ് മാസത്തിൽ, പവിത്രമായ മാസങ്ങളിൽ ഒരു സായുധ സമര സാഹചര്യത്തെ ഒഴിവാക്കലാണ് വിശ്വാസികളെ ബുദ്ധി. അത് പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതേ നബി പറഞ്ഞു കൊടുക്ക്, പവിത്ര മാസങ്ങളിൽ യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കും, പറയണം. അള്ളാഹു പറഞ്ഞ കാര്യം അള്ളാഹു പറയുന്നു, റസൂല് പറയുന്നു. എന്താ പറയാനുള്ളത്? കുൽ ഖിതാലും ഫീഹി കബീർ. പവിത്രമായ മാസങ്ങളിൽ സായുധ സമരങ്ങളിൽ ഏർപ്പെടുക എന്നുള്ള അപരാധമാണ്, വലിയ അപരാധം തന്നെയാണ്. കബീർ എന്ന് പറഞ്ഞത് വലുത് തന്നെയാണ്, വലുതെന്ന് പറഞ്ഞത് വലിയ അപരാധം തന്നെയാണെന്ന് ഖുർആൻ പറയുന്നത്. അപ്പൊ ഇത് തിന്മകൾ ചെയ്യാനുള്ള ദിവസങ്ങളായി നിങ്ങൾ പരിഗണിച്ചേ പറ്റൂ മനുഷ്യ. ഇത് വന്നെന്ന് അറിയണം നമ്മൾ. അറിയപ്പെട്ട ദിവസങ്ങൾ, അറിയപ്പെട്ട ദിവസം മഷൂറാടോ, നാട് നിങ്ങൾ അറിയപ്പെട്ട ദിവസമാണ്. അറബ് ദേശങ്ങളിലൊക്കെ ഇത് പ്രത്യേകിച്ച് അറിയും, അവരെല്ലാവർക്കും മനസ്സിലാവുക, വന്നു ദുൽഹജ്ജ് വന്നു, ദുൽഖഅദ് വന്നു, ഇതൊക്കെ ആൾക്കാർ മഷൂറായ ദിവസങ്ങൾ, അറിയപ്പെട്ട ഈ ദിവസങ്ങൾ, അള്ളാഹു ആദരിച്ചു എന്നറിയപ്പെട്ട ഈ ദിവസങ്ങൾ വരുമ്പോൾ അധികമായി അള്ളാഹുവിന്റെ ദിക്റിലേക്ക് മനുഷ്യന് എപ്പോഴും ആ ദിക്ർ ഉണ്ടാവണം, റബ്ബിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവണം. ആ ഓർമ്മകൾ അസ്തമിക്കുന്നിടത്താണ് മനുഷ്യരെ നമുക്ക് ചാബല്യങ്ങൾ തലപൊക്കുക, നമ്മുടെ ഇച്ഛകൾ തലപൊക്കുക. നമ്മൾ തിന്മയിലേക്ക് മനുഷ്യൻ പോകുന്നവരും പടച്ചവനെ ഓർത്തുകൊണ്ടല്ലോ, പടച്ചവനെ നമ്മളുടെ വിശ്വാസത്തിന്റെ മൂർധന്യതയിൽ നിന്നുകൊണ്ട് അതേപടി പടച്ചവനെ ഓർത്തുകൊണ്ട് ഒരു മനുഷ്യൻ എങ്ങനെയാണ് പാപം ചെയ്യാൻ സാധിക്കുക? കഴിയില്ല മനുഷ്യരെ. ഒരു കള്ളനും മുഅ്മിനായിക്കൊണ്ട് കള്ളം ചെയ്യാൻ കഴിയില്ല, ഒരു വ്യഭിചാരിക്ക് മുഅ്മിനായിക്കൊണ്ട് വ്യഭിചരിക്കാൻ കഴിയില്ല എന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഈമാനൊന്ന് മാറി നിൽക്കും. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈമാനെ പുറത്തിരുത്തിയാൽ മാത്രമേ അള്ളാഹു സദാ എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, എൻ്റെ ഈ ദുഷ്പ്രവൃത്തി കണ്ടുകൊണ്ടിരിക്കുന്നു, ഇത് എഴുതപ്പെടുന്നു, ഇതിനൊക്കെ തക്കതായ ശിക്ഷ അള്ളാഹു നൽകുന്നൊരു സാഹചര്യമുണ്ട് എന്നൊക്കെ അടിയുറച്ചൊരു വിശ്വാസം ഒരു മനുഷ്യന് നെഞ്ചിൽ തുടിച്ചു നിൽക്കുമ്പോഴും ഒരു മനുഷ്യന് തിന്മ ചെയ്യാൻ കഴിയില്ല. ആ വിശ്വാസം ഒന്ന് ദുർബലമാക്കി, ഒന്ന് നിറം മങ്ങി ഒന്ന് പോകുന്നിടത്താണ് മനുഷ്യൻ തെറ്റ് ചെയ്യാൻ കഴിയുക. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ മാസം വന്നു കഴിഞ്ഞാൽ അതൊരു പ്രത്യേകമായ ദിവസങ്ങൾ നമ്മൾ എത്തി എന്നൊരു ഓർമ്മയും അള്ളാഹുവിന് ദിക്റുകളും സജീവമായിരിക്കട്ടെ എന്ന്. ആ ദിക്റുകൾ സജീവമാകുമ്പോൾ, വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നന്മയുടെ വർധനവുണ്ടാവും. നമ്മുടെ പരലോകത്ത്, നമ്മുടെ മീസാനിലേക്ക്, തംലഉൽ മീസാൻ എന്ന ഒറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു സുബ്ഹാനല്ലാഹ് തംലഉൽ മീസാൻ എന്ന് ഒരു തസ്ബീഹ് മതിയടോ മീസാനിന്റെ തുലാസ് നിറയ്ക്കാനെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചിന്ന് പുറത്തോട്ട് വരണം. അത് ഒരു തസ്ബീഹ് മതിയാകും നമ്മുടെ മീസാൻ നിറയ്ക്കാൻ.
അപ്പം നന്മയുടെ വർധനവിൻ്റെ കാലമാണിത്. അത്യാവശ്യം നമ്മുടെ ജീവിതത്തിൽ ഇതിൻ്റെ കണക്കെടുപ്പ് നടത്തുമ്പോൾ നിർണായകമായ ദിവസങ്ങളാകണം ഈ 4 മാസങ്ങൾ. റമദാൻ മാസവും വർഷത്തിൽ 5 മാസങ്ങൾ കൃത്യമായി നിർണായകമായി നിൽക്കണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇല്ല, റമദാന്റെ ആദ്യത്തെ ആഴ്ചയും റമദാന്റെ അവസാനത്തെ ആഴ്ചയും മാറ്റി നിർത്തിയാൽ നമ്മുടെ കണക്ക് പുസ്തകം വളരെ ശോകമാണ്, വളരെ മോശമാണ്. അത് നമ്മുടെ പ്രകടന പത്രികയൊക്കെ ഇവിടെ ആവേശം കാണിക്കും. പക്ഷെ പ്രകടനം കഴിഞ്ഞിട്ട് വിലയിരുത്തൽ നടത്തുമ്പോൾ നമ്മുടെ പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ യാതൊരു സഗ്രത്തും പോലെ കിബിറത്തുനില്ല അഹ്സാഹ എന്ന് ഈ മനുഷ്യൻ മൂക്കത്തെ വിരൽ വെച്ചിട്ട് അത്ഭുതത്തോടെ പറയും, എന്ത് കിതാബാണിത്, ഇത് ഞാൻ ചെയ്ത തിന്മകൾ ഒന്നുപോലും വിട്ടുകളയാതെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ കിതാബ്, ഈ ഗ്രന്ഥം ഇതെങ്ങനെയാണ്, ആരാണ് സൃഷ്ടിച്ചെടുത്തത്, ആരാണ് ഇത് കുത്തിയിരുന്ന് എഴുതിയത്, എൻ്റെ ജീവിതത്തിൻ്റെ അണുവളവിൽ പോലും ചെയ്തു പോയ ചെറിയ തിന്മകൾ പോലും കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഈ പുസ്തകം ഇതാരാണ് രേഖപ്പെടുത്തിയത് എന്ന് മനുഷ്യൻ അത്ഭുതത്തോടു കൂടി വിതുമ്പി പറയുന്ന നിമിഷമുണ്ട് എന്ന് ഖുർആൻ. എന്ന് പുസ്തകമൊക്കെ വരും, കൃത്യമായിട്ട് ഇതിൻ്റെ വിലയിരുത്തലുണ്ടാകും. അതുകൊണ്ട് വ്യക്തവും നമ്മുടെ ജീവിതത്തിൽ നിർണായക നിമിഷങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഒന്നാമതൊരു ബോധ്യമുണ്ടാകണം. ഈ നല്ല സമയങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക, ഇതിനെ കളങ്കപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കും.